8 വർഷത്തിനു ശേഷം നിങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാല നഷ്ടപ്പെടുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ഒപ്പം പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം ഉയർത്തിയ ഒരു രാഷ്ട്രീയ സാഹചര്യവുമാണോ നിങ്ങൾക്ക് തിരിച്ചടിയായി തീർന്നത്? സാദിഖ്, യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നേരത്തെ യൂണിയൻ ഭരിച്ചു വന്നിരുന്ന SFI പരാജയപ്പെടുകയും MSF KSU നേതൃത്വത്തിലുള്ള UDSF സഖ്യം യൂണിയൻ നേടുകയും ചെയ്ത സാഹചര്യമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ചർച്ചയിൽ ആദ്യം തന്നെ SFIക്ക് പറയാനുള്ള ഒരു കാര്യം, ഏതൊരു ജനാധിപത്യ പോരാട്ടത്തിന്റെ ഫലവും അത് അനുകൂലമായാലും പ്രതികൂലമായാലും ഉൾക്കൊള്ളുക എന്നുള്ളതും ആ പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളതും തിരുത്തുക എന്നുള്ളതും ഒരു ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുന്നോട്ട് പോക്കിൽ പ്രധാനമാണ് എന്ന് SFI വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ SFIക്കുണ്ടായ പരാജയം ഞങ്ങൾ അംഗീകരിക്കുകയും ഭാവിയിൽ ശക്തമായ നിലയിൽ വിജയിച്ചു വരാൻ ആവശ്യമായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഞങ്ങൾ തയ്യാറാവുകയും ചെയ്യും എന്നുള്ളതാണ്. 8 വർഷം നിങ്ങളുടെ കൈവെള്ളയിൽ ഇരുന്നൊരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിൽ ഗവർണറുടെ തടയുന്നതടക്കമുള്ള രാഷ്ട്രീയ സമരങ്ങൾ നിങ്ങൾ നടത്തി. അതെല്ലാം പാഴായിപ്പോയല്ലോ. ഈ SFIക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് നിങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തൽ? KSU പറയുന്നത് ഇത് SFIയുടെ ജനാധിപത്യ വിരുദ്ധ ഏകാധിപത്യ ധാർഷ്ട്യത്തിന് കേറ്റ തിരിച്ചടി എന്നാണ്. ശ്രീ അരുൺ പറഞ്ഞതിൽ ഒരു തെറ്റിദ്ധാരണാജനകമായ വസ്തുതയുണ്ട്. ഗവർണർക്കെതിരായ സമരം നടന്നത് എന്തിന്റെ പേരിലാണ്? കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല നിർദ്ദേശിച്ചവരെ വെട്ടിമാറ്റി ABVPയുടെയും അതേപോലെ തന്നെ മറ്റിതര സംഘടനകളുടെയും പ്രതിനിധികളും പ്രവർത്തകരുമായ വ്യക്തികളെ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ കുത്തിത്തിരിക്കിയതിനെതിരായിരുന്നു ഞങ്ങൾ സമരം നടത്തിയത്. ആ സെനറ്റ് ഇലക്ഷന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സെനറ്റിന്റെ തുടർച്ചയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പാണ്. ആ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥി പ്രതിനിധി ഉണ്ട്. ആ വിദ്യാർത്ഥി പ്രതിനിധിയായി വിജയിച്ചത് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് P താജുദ്ദീനാണ്. ഞാൻ പറയുന്ന കാര്യം, സെനറ്റിനെ തുടർന്ന് നടന്ന സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചു. ഗവർണർക്കെതിരായ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയം ശരിയാണെന്ന് അംഗീകരിക്കപ്പെട്ടു. എന്നാൽ ആ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടന്ന വിഷയമോ അതിൽ SFI വിദ്യാർത്ഥി പ്രതിനിധിയെ നേടിയെടുത്ത കാര്യമോ അരുൺ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരോ മാധ്യമ സ്ഥാപനങ്ങളോ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആരും തന്നെ ഇത് മാധ്യമങ്ങളെ അറിയിക്കാൻ യൂണിയൻ തന്നെ തീർച്ചയായും സിൻഡിക്കേറ്റിൽ SFI പ്രതിനിധി ഉണ്ടാവുന്നു എന്നത് നിങ്ങളുടെ രാഷ്ട്രീയ വിജയമായി നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങളുടെ യൂണിയൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആ യൂണിയൻ കാലിക്കറ്റ് സർവകലാശാലയുടെ പരിധിയിൽ വരുന്ന മുഴുവൻ കോളേജുകളിലെയും UUCമാർ ചേർന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ മേധാവിത്വം ഉണ്ടായിരുന്നൊരു സർവകലാശാലയാണ് നിങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് ഒലിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ SFI വിജയിക്കുമ്പോൾ ചർച്ചയില്ലാതിരിക്കുകയും ഗവർണർക്കെതിരായ വലിയ സമരം കേരളം ആകെ ചർച്ച ചെയ്ത ഒരു സമരത്തിന്റെ തുടർച്ചയായ ആ തെരഞ്ഞെടുപ്പ് തമസ്കരിക്കപ്പെടുകയും കേരളത്തിലെ മറ്റിതര സർവകലാശാലകളിൽ നിന്ന് SFI നേടുന്ന വാർത്തകളെ മുക്കിക്കളയുകയും ചെയ്യുന്ന നിങ്ങൾ ഇന്ന് ചർച്ച നടത്തുന്നതിലെ ദുരുദ്ദേശത്തെയാണ് ഞങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്താ ചർച്ച നടത്തണ്ടേ? കാലിക്കറ്റ് സർവകലാശാലയിൽ നിങ്ങൾ തോറ്റു എന്ന് പറയരുതെന്നാണോ? കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പരാജയപ്പെട്ടു എന്ന് പറയരുതെന്നാണോ സാദിഖ് നിങ്ങൾ പറയുന്നത്? ഞാനതല്ലേ പറഞ്ഞത്. സിൻഡിക്കേറ്റിൽ നിങ്ങൾ വിജയിച്ചു, പക്ഷേ സർവകലാശാല യൂണിയൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്താണ് കാരണമെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യകാരണങ്ങളിലേക്ക് വിശദമായി തന്നെ നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ അക്കാഡമിക് ഇയറിൽ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള കാർഷിക സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയുള്ള 5 സീറ്റിലും SFI വിജയിച്ചു. അതേ സംബന്ധിച്ച് ചാനലുകളിൽ ചർച്ചയുണ്ടായില്ല, നിങ്ങൾ ആരും അറിഞ്ഞില്ല. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 10ൽ 6 സീറ്റ് SFI നേടി, മൃഗീയ ഭൂരിപക്ഷം നേടി. അതേ സംബന്ധിച്ച് ചർച്ചയുണ്ടായില്ല. അതെ, നിങ്ങളുടെ കൈവശമിരിക്കുന്ന ഒരു സർവകലാശാല നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴാണല്ലോ അതിനൊരു പ്രധാന വാർത്തയുണ്ടാവുന്നത്. ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതിന് തൊട്ടു പിന്നാലെ കാലിക്കറ്റ് സർവകലാശാല എന്ന് പറയുന്ന ഒരു വലിയ സർവകലാശാലയുടെ യൂണിയൻ പദവി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായൊരു വാർത്തയാവും. എന്താ അതിനകത്ത് സംശയം സാധിക്കും?
Debate with Arun Kumar.